ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു 60 ഡേയ്സ് ഡെയിലി വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലത്തെ ഒരു കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ ചെറിയൊരു മഞ്ഞായിരിക്കും. പിന്നെ ഇത് ഇങ്ങനത്തെ പച്ചമുളക്, വഴുതനങ്ങ, പിന്നെ കാട്ടുപാവയ്ക്ക കേട്ടോ, അത് ഭയങ്കര കയ്പാണ്. ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റിക്കണ്ട് വന്നപ്പോഴത്തേക്കും ദൈവളും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ദൈവളാണ് എൻ്റെ നടക്കൽ ഇന്നത്തെ പാർട്ട്ണർ. പണ്ട് ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്, ഇപ്പോൾ കുറേ നാളായിട്ട് അതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവളെ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ഇവളാണ് എൻ്റെ അനിയത്തി അലീന എന്നാണ്. ഒരനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് പണ്ട് ഞങ്ങൾ കുറേ പറിച്ചുകൊണ്ടിരുന്ന കുറേ ചെടികളൊക്കെ കണ്ടു. പിന്നെ എന്നോട് കൈവീശി നടക്കാൻ പറയുന്നതാണ്. അപ്പം ഞാൻ ചെറിയ കോഷ്ടിയൊക്കെ കാണിച്ച് പയ്യെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ കായ കണ്ടോ, ഈ കായ കണ്ടപ്പോൾ ഇത് എന്തിൻ്റെ കായ എന്നുള്ളൊരു അന്വേഷണമായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പൂവിൻ്റെ കായാന്ന് മനസ്സിലായി. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വെള്ളപ്പൂവുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇല തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോൾ ഈ വെള്ളപ്പൂവിൻ്റെ ഷേപ്പും ഈ വെള്ളപ്പൂവിൻ്റെ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. എന്താല്ലേ, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ആക്ച്വലി നന്നായിട്ട് നടക്കണം. പക്ഷെ ഞങ്ങൾ ഈ പണ്ടത്തെ കുറച്ച് ഓർമ്മകളൊക്കെ അയവിറക്കി കൊണ്ട് നടക്കുകയായിരുന്നു. നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടത്തം മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചിട്ട് ഇതെങ്ങനെയുണ്ട്, അടിപൊളിയാണോ? ഈ വീടിൻ്റെ മേളിലോട്ട് ആ പ്ലാവ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. ഇതിൽ ആന ഇറങ്ങുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ രാവിലെ ഇതിൽ നടക്കൽ കുറവാട്ടോ. നേരത്തെ എൻ്റെ അമ്മയൊക്കെ ഈ വഴിക്കൊക്കെ നടക്കാൻ പോക്കും പള്ളി പോക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആനേനെ പേടിച്ച് വരവ് കുറവാണ്. പിന്നെ ഈ സ്ഥലത്ത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു സൺറൈസ് കണ്ടു. ഇതും കൂടെ കണ്ടപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു.